ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പറയാറില്ലേ, എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന്, എനിക്കറിയാം ഇവളോട് എങ്ങനെ സംസാരിക്കണമെന്ന്, എനിക്കറിയാം നിന്നെ എന്ത് വിളിക്കണമെന്ന്, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് എടുക്കാം. എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, എനിക്കറിയാം എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എനിക്കറിയാം എന്നുള്ളതിന് നമ്മളെങ്ങനെ യൂസ് ചെയ്യാറ് ഇംഗ്ലീഷ്? ഐ നോ എന്നാണല്ലേ. ഐ നോ, എനിക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഐ നോ, എനിക്കറിയാം. ഈ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എങ്ങനെ ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ വിളിക്കണം എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? ഹൗ ടു എന്നാണ് കേട്ടോ. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ എന്നാണ് കേട്ടോ. ഹൗ, എങ്ങനെ, നിങ്ങൾക്ക് അറിയാമല്ലേ. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് മീനിങ്? എങ്ങനെ എന്നുള്ളതാണല്ലേ. അപ്പം ഹൗ ടു ഗോ, എങ്ങനെ പോകണം. ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം. ഹൗ ടു റൈറ്റ്, എങ്ങനെ എഴുതണം. ഹൗ ടു സോൾവ്, എങ്ങനെ പരിഹരിക്കണം. ഹൗ ടു കോൾ, എങ്ങനെ വിളിക്കണം. ഇങ്ങനെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്തായിരുന്നു? എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ സെൻറ്റൻസ് ആക്കിയിട്ട് പറഞ്ഞു നോക്കാം. എനിക്കറിയാം എന്നുള്ളത് നമുക്ക് കിട്ടിയില്ലേ. ഐ നോ. എങ്ങനെ സോൾവ് ചെയ്യണം? ഹൗ ടു സോൾവ്, എങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ? ഐ നോ ഹൗ ടു സോൾവ്. പിന്നെന്താണ്? ഈ പ്രശ്നം എന്നുള്ളത് എന്താ നമുക്കറിയാലോ, സിമ്പിളല്ലേ. ദിസ് പ്രോബ്ലം. അപ്പോൾ എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന്. കിട്ടിയില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് വേണമെങ്കിലും പറയാം. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കാം. എനിക്കറിയാം നിന്നെ എങ്ങനെ വിളിക്കണമെന്ന്. എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു കോൾ യു. ഹൗ ടു കോൾ, എങ്ങനെ വിളിക്കണം. ഐ നോ, എനിക്കറിയാം ഹൗ ടു കോൾ യു, നിന്നെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയാം. ഇനി എനിക്കറിയാം ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന്. നമ്മൾ പറയാറുണ്ടല്ലേ, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് എനിക്കറിയാം. എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ. എനിക്കറിയാം ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന്. ഓക്കെ, എനിക്കറിയാം നിന്നെ എങ്ങനെ തടയണമെന്ന്. എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു പ്രിവെൻറ്റ് യു. എനിക്കറിയാം നിന്നെ എങ്ങനെ തടയണമെന്ന്. നെക്സ്റ്റ്, എനിക്കറിയാം അവിടെ എങ്ങനെ പോകണമെന്ന്. എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു ഗോ ദർ. ഹൗ ടു ഗോ, എങ്ങനെ പോകണം. ദർ, അവിടെ. ഐ നോ ഹൗ ടു ഗോ ദർ. എനിക്കറിയാം അവിടെ എങ്ങനെ പോകണമെന്ന്. എനിക്കറിയാം നിന്നെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. എങ്ങനെ പറയാം? ഐ നോ ഹൗ ടു ടീച്ച് യു എ ലെസൺ. ഐ നോ, എനിക്കറിയാം ഹൗ ടു ടീച്ച്, എങ്ങനെ പഠിപ്പിക്കണം. യു, നിന്നെ, എ ലെസൺ, ഒരു ലെസൺ, ഒരു പാഠം. നിന്നെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം, എങ്ങനെ വിളിക്കണം എന്നുള്ളതൊക്കെ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്തായിരുന്നു? ഹൗ ടു പ്ലസ് വെർബിനെ V1 ഫോമിൽ എടുത്തിട്ട് പറയാം കേട്ടോ. ഹൗ ടു ഗോ, ഹൗ ടു ഡു, ഹൗ ടു സേ, ഹൗ ടു ആസ്ക്, ഇങ്ങനെ പറയാവുന്ന കേട്ടോ. ഓക്കെ, ദെൻ ഐ നോ, എനിക്കറിയാം. ഓക്കെ, ഇത്രയും ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്കിനി ഇതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ്, എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം, എന്ത് വിളിക്കണമെന്ന് എനിക്കറിയാം, എന്ത് വാങ്ങണമെന്ന് എനിക്കറിയാം, ഇങ്ങനെയും നമ്മൾ പറയാറുണ്ടല്ലേ. സോ നമ്മളിങ്ങനെ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നുള്ളതിന് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? വാട്ട് ടു എന്നാണ് കേട്ടോ. മുമ്പ് നമ്മൾ ഹൗ ടു പഠിച്ചില്ല, എങ്ങനെ എന്നുള്ളതിന്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിന് എങ്ങനെയാണ് പറയുക? വാട്ട് ടു ഡു, എന്ത് ചെയ്യണം. ഓക്കെ, വാട്ട് ടു സേ, എന്ത് പറയണം. വാട്ട് ടു കോൾ, എന്ത് വിളിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയാം കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്ങനെ പറയാം? ഐ നോ, എനിക്കറിയാം. വാട്ട് ടു ഡു ദം, അവരെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. വാട്ട് ടു ഡു, എന്ത് ചെയ്യണം. ഐ നോ വാട്ട് ടു ഗീവ് ദം, എനിക്കറിയാം അവർക്ക് എന്ത് നൽകണമെന്ന്. ഐ നോ വാട്ട് ടു ഗീവ് ദം, എനിക്കറിയാം അവർക്ക് എന്ത് നൽകണം. വാട്ട് ടു ഗീവ്, എന്ത് നൽകുക. ഓക്കെ, ഐ നോ വാട്ട് ടു കോൾ ഹിം, എനിക്കറിയാം അവനെ എന്ത് വിളിക്കണമെന്ന്.
ഐ നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് എനിക്കറിയാം. ഐ നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്ത് വിളിക്കണം, എന്ത് വാങ്ങണം എന്നുള്ളതിന് നമ്മൾ ഓർത്ത് വയ്ക്കുക എന്താണ്, വാട്ട് ടു ഡു എന്നാട്ടോ. ഇവിടെ ഓർത്ത് വയ്ക്കുക എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്, എനിക്കറിയില്ല ഇനി എന്ത് പറയണമെന്ന്. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ടച്ചിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐ നോ എന്നുള്ളിടത്ത് ഐ ഡോണ്ട് നോ എന്നാക്കിയാൽ മതി കേട്ടോ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു ബൈ, എനിക്കറിയില്ല എന്ത് വാങ്ങണമെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ യു, എനിക്കറിയില്ല നിന്നെ എന്ത് വിളിക്കണമെന്ന്. ഇങ്ങനെ സെൻറ്റൻസ് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് അറിയാനായിട്ട് നിങ്ങൾ 1-2 സെൻറ്റൻസുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.